എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്റ്റോറി നമുക്കിവിടെ തുടങ്ങാം. ഇത് സ്റ്റോറി അല്ല കേട്ടോ. വിവാഹാലോചന നോക്കി വളരെ കഷ്ടപ്പെടുന്നവരെന്ന് പറയാം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്ന് പറയാം, പിന്നെ മാനസികമായിട്ട് വിഷമിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. അതും ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ ആൺമക്കൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാമോ, വിദ്യാഭ്യാസത്തിൻ്റെ, ജോലിയുടെ പല കാര്യങ്ങൾ കൊണ്ട് വിവാഹാലോചനയുടെ കാര്യം എത്തുമ്പോൾ ഓരോ ആൺകുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ മകന് ഒരു വിവാഹം റെഡിയാകാത്തതിൻ്റെ പേരിൽ വളരെ സങ്കടപ്പെടുന്നുണ്ട്. അവർ പല സർവീസുകൾ നോക്കുന്നുണ്ട്, ബ്യൂറോകൾ നോക്കുന്നുണ്ട്, പത്രങ്ങൾ നോക്കുന്നുണ്ട്, എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതൊന്നും ശരിയാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒട്ടുമിക്കവർക്കും അറിയാം എന്തുകൊണ്ടാണ് എന്നുള്ളത്. കാരണം പല അമ്മമാരും പറയാറുണ്ട്, മോന് വിദ്യാഭ്യാസം കുറവാണ്, അല്ലെങ്കിൽ മോൻ്റെ ജോലി ഇതാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും ചിലർ പറയുന്നത് ആലോചനകൾ വായിക്കുന്നുണ്ട്, പൊരുത്തമില്ല എന്നാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് അവർക്കും സമാധാനിക്കണ്ടേ. പിന്നെ നല്ല മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടിയുടെ വീട്ടുകാർ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് മെയിനായിട്ട് എടുത്തു പറയുന്ന കാരണം ജാതകം ചേരില്ല കേട്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രായം കുറവുണ്ട്, അവരുടെ ജോലി ഇപ്പോൾ പുറമേ എടുത്തു പറയുമ്പോൾ മറ്റുള്ളവർക്ക് വൈറ്റ് കോളർ ജോബ് അല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പേരും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് സന്തോഷം ജീവിക്കുന്നുണ്ട്. പിന്നെ ജീവിതമാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങളില്ലാത്തതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹാലോചന ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വിദ്യാഭ്യാസക്കുറവോ ജോലിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെ നമ്മൾ മറ്റൊരാളിലേക്ക് അവതരിപ്പിക്കാം എന്നുള്ളതിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഇപ്പോൾ അത് മാതാപിതാക്കൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ആൺകുട്ടികൾ അത് ചിന്തിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ ആ മാതാപിതാക്കളെയും കൂടെ ഒന്ന് ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, എല്ലാ കഴിവുകളും ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുക, അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക. നിങ്ങൾ ഒരാലോചന നോക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു പ്രൊഫൈല് തയ്യാറാക്കണമല്ലോ, തീർച്ചയായിട്ടും ആലോചന നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എന്താണ്, ജോലി എന്താണ്, അതിൽ നിന്ന് നമ്മൾ എന്ത് വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മറ്റൊരാൾ എത്തണമെങ്കിൽ അവരുടെ പ്രതീക്ഷയും അതിനോട് യോജിച്ചതാകണമല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു വിദ്യാഭ്യാസം മുന്നോട്ട് ഒരു മിനിമം ലെവലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ആൺകുട്ടിക്ക് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാം. ആ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ചിലപ്പം വീട്ടിലെ ആയിരിക്കാം, ചിലപ്പോൾ ആ ഒരു +2 അല്ലെങ്കിൽ SSLC കുടുംബ സാഹചര്യം കൊണ്ട് അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഇത്രയും വർഷം കൊണ്ട് ഞാൻ നേടിയ ജോലിയിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് നല്ലൊരു വരുമാനം കണ്ടെത്തുന്നുണ്ട്. എനിക്ക് എന്നോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തെയും നോക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആളെയും കൂടെ, ഒരു പങ്കാളിയും കൂടെ വന്നിരുന്നാൽ എനിക്കൊരു കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസം എന്തുകൊണ്ടോ ആ ഒരു സാഹചര്യത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മുടെ സംസാര രീതി, പെരുമാറ്റ രീതി, പ്രവൃത്തി ഉണ്ടായിരിക്കും ഒരുപക്ഷെ മറ്റു ചിലർ നമ്മളെ അളക്കുന്നത്. അതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രതീക്ഷകളാണ്, ആരുടെയും തെറ്റല്ല. കാരണം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വന്നില്ല, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അത്
എങ്ങനെ ഭംഗിയായിട്ട് മറ്റൊരാളുടെ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് അത് തയ്യാറാക്കണം, ചിന്തിക്കണം, പുറകിലോട്ട് പോകണം. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച് ആ ജോലി കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കൊണ്ട് വിവാഹപ്രായം എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് സെയിം പ്രൊഫഷനിലാണോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണോ ചെയ്തത്, അതോടൊപ്പം തന്നെ ഈ ജോലിയിൽ നിന്ന് ഇത്രയും നാളുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു. വിവാഹാലോചനയായിട്ട് നോക്കി പോകുമ്പം ആൺകുട്ടി അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് സ്ഥലമുള്ളതാണോ, വീടുള്ളതാണോ, ജോലി എന്താണ്, വരുമാനം എന്താണ്, പല കാര്യങ്ങളും പുറമേ നിന്ന് പറഞ്ഞില്ലെങ്കിലും അകമേ ഒട്ടുമിക്കവരും ചിന്തിക്കുന്നവരാണ്. അത് നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു വ്യക്തത വരുത്തി കൊടുക്കാൻ സാധിച്ചാൽ അത് ഒരുപക്ഷെ നിങ്ങൾക്കും ഓരോരുത്തരും അവരവരെ തന്നെ ഒരു വിലയിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്തെങ്കിലുമൊക്കെ അതിലൊരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇത്രയും നാൾ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഇനി കൂടെ ഒരു പങ്കാളിയും കൂടെ വരാൻ പോകുന്നു, ചുമതലകൾ കൂടുന്നു. ഇന്ന് വരുന്ന പങ്കാളി നാളെ ഭാര്യയായി, കുറച്ച് കഴിയുമ്പം അമ്മയായി, അപ്പോൾ അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ വന്നു. അപ്പോൾ അവിടെ എന്തായിരുന്നാലും നിങ്ങൾക്ക് അതെല്ലാം ചിന്തിച്ചൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിൽ മാത്രമല്ലേ ജീവിതം ഒരുവിധം നോർമലായിട്ട് സന്തോഷത്തോടെ പോകുകയുള്ളൂ. അപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കരുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. ഒന്ന് വെറുതെ വിളിച്ച് ഞാൻ എന്താണ് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ തുടങ്ങുന്നു, അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ആലോചനയിൽ അവർക്ക് താല്പര്യം വരുന്നു ഇല്ലയോ, അത് വരുത്തേണ്ടത് എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള, ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ പുറത്ത് തന്നെയുണ്ട്. അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. നിരന്തരം പരിശ്രമിക്കുക, തീർച്ചയായിട്ടും കിട്ടും. അത് പലയിടത്തായിട്ട് ഒരു സാധനം ഇരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. അത് ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കും വർഷങ്ങളെടുത്തേക്കും. പക്ഷേ നമ്മളതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. പല അനുഭവങ്ങളും നമ്മുടെ ഫ്രണ്ടിൽ വന്നേക്കാം, അതൊന്നും കാര്യമാക്കണ്ട. ഏറ്റവും പ്രധാനം ജീവിതമാണെന്ന് കരുതുക, അതിലേക്ക് പോവുക. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വിവാഹ ജീവിതം നടത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി ഓരോ പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പോൾ അതിനെയൊക്കെ മനസ്സിലാക്കി വേണം. പങ്കാളികളാകുമ്പോൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് അതോടൊപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം, നമ്മുടെ മനുഷ്യനെ ഒരു നിമിഷം ദേഷ്യത്തിൽ അല്ലെങ്കിൽ സങ്കടത്തിൽ അപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനം, എന്ത് പ്രശ്നം വന്നിരുന്നാലും കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് പതുക്കെ നമ്മൾ ഇരിക്കുന്ന സാഹചര്യം നോക്കുക. ദേഷ്യത്തിലാണോ അപ്പോഴൊന്നും ഒരു തീരുമാനം എടുക്കരുത്. വളരെ സമാധാനത്തോടെ ആലോചിക്കുക. എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു കാരണം അതിൻ്റെ പുറകിൽ കാണും. അതുകൊണ്ട് തന്നെ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഉള്ള ആളുടെ അടുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തി. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രമം വേണം, എല്ലാ കാര്യത്തിലും. അത് സ്നേഹിക്കാനായിരുന്നാലും ശരി, ഭാര്യയുടെ കാര്യത്തിലായിരുന്നാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരുന്നാലും കുടുംബത്തിലുള്ള എല്ലാവരുടെ കാര്യത്തിലായിരുന്നാലും നമ്മൾ എല്ലാത്തിനും ഒരു മനഃപൂർവ്വം ഒരു ശ്രമം നടത്തി പോവുക. ആരെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ ഒരാളായിരിക്കും, അത് ശ്രമം നടത്തി വിജയിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് മാതൃകയാകും. അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കൂട്ടുകുടുംബം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ വരുന്ന വിവാഹാലോചനകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സഹായകരമാകുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യക്കാർ മാത്രം ചെയ്തു പോവുക. ഓക്കെ.